സ്വപ്നത്തിൻ മഞ്ചലേറിടാം ആകാശക്കൊമ്പിലേറിടാം ആമോദത്തേരിലേറിടാം ആഘോഷം താളമായി കൊതിവീരെ പാടാം താരമായിടാം കൊതിവീരെ പാടാം താരമായിടാം മ്യൂസിക്കൽ വൈഫിന്റെ ഒരു ഗംഭീര പാട്ടോടുകൂടി നമ്മളിതാ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോ മ്യൂസിക്കൽ വൈഫിന്റെ നെടുംതൂണായ നമ്മുടെ സ്വന്തം ഔസേപ്പച്ചൻ സാർ വയലിനൊക്കെ വായിച്ച് തുടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോ സാർ സ്വാഗതം. പിന്നെ നമ്മുടെ രണ്ട് മെന്റേഴ്സ് അവരെന്ത് ഗംഭീര പാട്ടായിരുന്നു. അവര് തന്നെയാണ് ഈ പാട്ട് പാടിയ ആൾക്കാര്. അതെ, അതുകൊണ്ട് അതൊന്ന് ആദ്യം തന്നെ അറിയിക്കാന്ന് വെച്ചത്. നമ്മുടെ രണ്ട് സുന്ദരി കുട്ടികൾ അവിടെ ഇരിക്കുന്നു. പിന്നെ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷം? വളരെ സന്തോഷം. വീണ്ടും ഫാമിലിയിലേക്ക് വന്നു. ഹാപ്പിയാണ്. ഹാപ്പി, സൂപ്പർ ആയിരുന്നു. പാട്ടല്ല എല്ലാരെയും കണ്ടപ്പോ ഭയങ്കര എന്താ സുന്ദരി കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പക്ഷെ അവരിലോട്ട് ശ്രദ്ധ പോകുന്നതിന് മുമ്പ് ബിന്നി ചേച്ചിയിലോട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധ പോയത്. കോസ്റ്റ്യൂമിൽ ഒരു മാറ്റം, കണ്ടു പരിചയമില്ലാത്ത ഒരു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ബിന്നി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ഇനി ഒരേപോലെ എന്നെ പോലെ തന്നെ കോസ്റ്റ്യൂം ഇട്ട് വന്നേക്കുന്നു. അതാണ് മനപ്പൊരുത്തം. സോറി ടെലിപ്പതി. നീ എന്താ പറഞ്ഞേ? അത് ഞാൻ കൗണ്ടർ അടിച്ച കാര്യം. മനപ്പൊരുത്തുള്ള ആൾക്കാരാ. അതെ, മനപ്പൊരുത്തം മാത്രല്ല കോസ്റ്റ്യൂം പൊരുത്തം ഉണ്ട്. കോസ്റ്റ്യൂം പൊരുത്തമുണ്ട്. ഏതായാലും ഉള്ളിലിട്ടിരിക്കുന്ന വെള്ള കുപ്പായവും കൊള്ളാം, പുറത്തിട്ടിരിക്കുന്ന പ്ലീസ് പ്രേക്ഷകരെ കാര്യാക്കരുത്. ഓ സോറി, അതല്ല ഉദ്ദേശിച്ചത്. പാന്റിന്റെ ക്രോപ്പ് ടോപ്പിന്റെ കാര്യം ചേച്ചി എനിക്ക് മനസ്സിലായത്. ജംപ് സൂട്ട് ആണ്. സാർ എന്താണ് നമ്മുടെ ഒരു ഷോയെ പറ്റി, കഴിഞ്ഞ ഇവന്റിനെ പറ്റി എന്താണ് പറയുള്ളത്? ഇനാഗുറൽ സെറിമണി കഴിഞ്ഞിട്ട് എനിക്ക് മിനിമം 1000 വാട്സപ്പ് മെസ്സേജുകളാണ് വന്നത്. ആണോ? ഇറ്റ് വിൽ ബി എ ഫാന്റാസ്റ്റിക് ഷോ. താങ്ക് യു സോ മച്ച് സർ. ഇതാ നമ്മള് ഇവന്റ് മുതൽ പൂച്ചക്കുട്ടികളായിട്ട് നിൽക്കുന്ന രണ്ട് മെന്റേഴ്സ്. മ്യൂസിക്കൽ വൈഫിന്റെ സത്യം പറഞ്ഞ രണ്ട് സ്ട്രോങ് പില്ലേഴ്സ് ആണ് രണ്ടുപേരും. അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരെ അങ്ങ് മെന്റേഴ്സ് ആയിട്ട് ഇവിടെ ഇരുത്തിയാലോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു. നല്ല തീരുമാനം. നിങ്ങൾ 3 പേരെയും നമ്മളിതാ സീറ്റിലോട്ട് വിടുവാണ്. ഓക്കെ ബൈ സർ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ സാർ. സ്വാഗതം ചെയ്യേണ്ട ഒരു ടീമുണ്ട്. അതെ, അവരില്ലാതെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര. സ്വാഗതം. ഇനി നമ്മുടെ സുന്ദരി കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെയാണ്. എല്ലാ കണ്ടസ്റ്റന്റ്സിനും സ്വാഗതം. 22 കസേരയിൽ നിറഞ്ഞിരിക്കുന്ന 22 സുന്ദരികൾ. സന്തോഷം നോക്കിയാൽ 22 സുന്ദരികൾ. 22 സുന്ദരിമാരുടെ അനിയത്തിമാര് വരുന്നുണ്ട് എന്റെ മനസ്സിലുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അതാണ് അത്ര സന്തോഷം. അങ്ങനെയില്ല, എല്ലാവർക്കും ഇല്ല അനിയത്തിമാരൊന്നും ഇല്ലല്ലോ. ഭർത്താക്കന്മാര് വരണില്ല. ഭർത്താക്കന്മാര് പുറത്ത് കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി മീനാക്ഷി പറഞ്ഞോളൂ, ഞാൻ കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അവിടെ ഇരിക്കുന്ന ട്രോഫി കെട്ടില്ലേ? എന്താണ് ആ ട്രോഫിയുടെ പ്രത്യേകത? നിങ്ങൾക്ക് പുറത്തൊരു രാജ്യത്ത് നിന്നായിരിക്കും ഈ ട്രോഫി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് ഏത് രാജ്യമാണെന്ന് ഞങ്ങൾക്കറിയില്ല, ജഡ്ജസിന് അറിയില്ല, ഈ ആർക്കും അറിയില്ല. പിന്നെ ഈ ട്രോഫി മാത്രമല്ല, ഒട്ടനവധി ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നന്നായിട്ട് മത്സരിക്കണ്ട, നന്നായിട്ട് അതാണ്. കണ്ടോ, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇഞ്ചോടിഞ്ച് മത്സര പോരാട്ടമല്ല, ജസ്റ്റ് പോരാടുന്നു. പിന്നെ ഡേഞ്ചർ സോൺ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് എലിമിനേഷൻ ഉണ്ടാവും. ചിലപ്പോ ഈ പ്രാവശ്യം 3 പേര് വരെ പുറത്തായി നിന്നിരിക്കാം. അപ്പൊ പലതും സംഭവിക്കുകയും കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് അതെ, ഒരു 70s 80s പാട്ടുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഈ റൗണ്ടിലൂടെ കേൾക്കാൻ പോകുന്നത്. രണ്ടാമത് വേറൊരു റൗണ്ട് ഉണ്ട്. എന്താണത്? ഇമോട്ടീവ് റൗണ്ട്. ഇമോട്ടീവ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമോഷൻ, ഇറ്റ് കൻ ബി ഇപ്പം സങ്കടം, ലവ് ആയിരിക്കാം, അല്ല എന്തോ ആയിരിക്കാം, അവനറിയുന്ന ഇമോഷൻ അവൻ പറഞ്ഞോട്ടെ. ലവ് ഉണ്ട്, ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഇമോഷൻ വെച്ചായിരിക്കും ആ പാട്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് വിന്റേജ് വൈബ് എന്ന റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നു രേഷ്മ സന്ദീപ്.
അതെ കണ്ടസ്റ്റൻസ് ആരും ഇവനെ വിശ്വസിക്കരുത് കേട്ടോ. കൂട്ടത്തില് അനിയത്തിമാര് ചേച്ചിമാര് ഞാൻ ഇപ്പോഴേ വാർണിംഗ് തരാണ്. അതെന്തിനാ? കുറച്ചൊക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ലക്ഷ്മ ആരാണ് ഈ ഹെയർ സ്റ്റൈലിന് പിന്നിൽ? ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ല, അതിലോട്ട് എത്താൻ ആരാണ്? വിധുബാല മാം ഈ ഒരു സ്റ്റൈലാണോ അതാണ്. ഫോളോ അതിലോട്ടാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ മാമിനെ പോലെ ഉണ്ടല്ലോ കാണാൻ. ചായണ്ട് ചായണ്ട് ചായയുണ്ട്. കാണുമ്പോഴും ആ ഒരു കട്ടുണ്ട് കേട്ടോ. എങ്ങനെ നന്നായി പാടിയോ? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പാടാൻ പറ്റിയെന്ന് പറ്റി വിചാരിക്കുന്നത്. ഓക്കെ, ആദ്യം മെന്റേഴ്സിലോട്ട് കടന്നാലോ? മെന്റേഴ്സിലേക്ക് പോവാം. അവർക്ക് ഈ പ്രാവശ്യം ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. എല്ലാ റൗണ്ടുകളിലും അവർക്ക് ഒരു ചെറിയ മാർക്ക് നിങ്ങൾ എഴുതണം. എന്നിട്ട് കാരണം നമ്മുടെ ജഡ്ജസിനെ ഗ്രൂമേഴ്സും കാണിക്കണം. നിങ്ങൾ തന്നെയാണല്ലോ. അപ്പം എങ്ങനെ ഗ്രൂമിങ് ചെയ്ത പോലെ തന്നെ അവർ പാടിയോ, നിങ്ങൾക്ക് അതിലും ബെറ്റർ ആയിട്ട് തോന്നിയോ, ഇഷ്ടായോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു മാർക്കറ്റിൽ കൂടെ ഉണ്ടാവും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? മെന്റേഴ്സ് രണ്ടുപേരും പറയൂ. രാധിക എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിട്ട് തന്നെ പാടി. പിന്നെ ബാക്കി കൂടുതൽ കാര്യങ്ങൾ ജഡ്ജസ് പറയും. അപ്പോ മാർക്കൊക്കെ കിട്ടല്ലോ. ഓക്കെ, നമുക്കിനി ജഡ്ജസിലോട്ട് കടക്കാം. ഔസേപ്പിച്ചു സാർ. ഗംഭീരം. ആ ഫസ്റ്റ് ഹമ്മിങ് ഉണ്ടല്ലോ, അതില് മാർക്ക് വീണു. കാരണം ആ ഹമ്മിങ് എന്ന് പറയുന്നത് പാടുന്ന ശൈലി മാത്രമല്ല, അതിന്റെ സ്റ്റഡി വോയിസ് കൺട്രോൾ. ഒറിജിനലി എങ്ങനെയാണ് വാണിയമ്മ പാടിയിരിക്കുന്നത് അതങ്ങനെ തന്നെ. പിന്നെ ത്രൂ ഔട്ട് സോങ്ങില് വാണിയമ്മ പാടിയ അതേ നുവാൻസസ്, ലൈക്ക് ലിറിക്സ് പറയുന്നതിലും എല്ലാത്തിലും നമ്മൾ ശരിക്കും അങ്ങനെയല്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളാണ് ഇത് പാടുന്നതെങ്കിൽ ഈ പാട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയല്ല പാടുക. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ മതി, കുഴപ്പമില്ല. കാരണം എന്താണ് വാണിയമ്മ പാടിയിരിക്കുന്നത്? അവരൊന്നും ആക്ച്വലി ബേസിക്കലി അവർ മലയാളികളൊന്നുമല്ല. പക്ഷെ അവർ മലയാളം പറയുമ്പോൾ അതിന് നമുക്കൊരു കൗതുകമുണ്ട്. അതിൽ ഓരോ ഇങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് പറയാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടാണ് അത് പാടുന്നത്. നമുക്ക് കേട്ടാൽ തിരിച്ചറിയും. പക്ഷെ അന്നത്തെ കാലത്ത് അതൊക്കെ ധാരാളം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. കാരണം 10-60 കൊല്ലം മുമ്പ് ഇതൊക്കെ തുടങ്ങിയ കാലത്തുള്ള പാട്ടാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ ഇപ്പോഴല്ല, നമുക്കതിൽ ചെറിയ കറക്ഷൻസ് ഒക്കെ ചെയ്യാം നമ്മൾ മലയാളികൾ പാടുമ്പോൾ. ദാറ്റ് ഇസ് വാട്ട് ഐ പ്രിഫർ. എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ പാടുമ്പോൾ നമ്മളുടെ പാട്ടായിട്ട് അങ്ങോട്ട് പാടാൻ ശ്രമിക്കുക. ഡിറ്റോ അതിനെ സിറോക്സ് ചെയ്ത് പാടുന്നതല്ല. കുറച്ചും കൂടി നന്നാവണമെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഭാവം കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പം നമ്മളത് റെക്കോർഡ് കേട്ടാൽ പോരെ. നിങ്ങൾ പാടുന്നത് എന്തിനാ കേൾക്കണേ? പക്ഷെ അതിനേക്കാളൊക്കെ മേലെ പാടണം. പാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണത്, കണ്ടസ്റ്റൻ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ആ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീലനിശി കണ്ട ആ നോട്ട് എന്തൊരു പെർഫെക്റ്റ് ആണ്. എവറി ടൈം ഹി ഹിറ്റ് ദ ലോവർ നോട്ട് പെർഫെക്റ്റ്ലി. ദാറ്റ്സ് വാട്ട് ഓൾ ഐ ലൈക്ഡ് ഇൻ ദിസ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. പാട്ട് പാടുമ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു ഭാവം കൂടി അതിൽ കൊടുക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി ഹൃദ്യമായിരിക്കും. നമുക്ക് ഈ പാട്ടിനൊരു പുതിയ ഫീൽ കിട്ടും നമുക്ക്. ഇതിപ്പോൾ നമ്മൾ പഴയ പാട്ട് ജവാനി ജയറാമിൻ്റെ റെക്കോർഡ് കേട്ട പോലെയാണ് ഇപ്പോൾ ഇത് കേട്ടത് ഇവിടെ പാടിയിരിക്കുന്നത്. അത് ചില്ലറ കാര്യമല്ല കേട്ടോ. ഓക്കെ, രേഷ്മ, ഞാൻ പാട്ടിലേക്ക് വരുന്ന ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളന്ന് ഇവന്റിന് രേഷ്മ പാടിയപ്പം ചേട്ടനെ വിളിച്ചിരുന്നില്ലേ വീഡിയോ കോളിൽ? അത് സന്തോഷമായോ ചേട്ടൻ? അത് ഒരുപാട് സന്തോഷം. കാരണം ഏട്ടൻ പൊതുവെ എന്റെ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം നേരെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് കേൾക്കേണ്ട ഒരാളാണ്. അപ്പോ ഏട്ടനത് എന്റെ അച്ഛനും കേൾക്കാൻ പറ്റി. അപ്പൊ അത് വലിയ സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. അവരിവിടെ വന്ന പോലെ തന്നെയാണ് അവരത് അവിടെ കേട്ടു എന്ന് പറയുമ്പോ അത് അത്രയും എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്റെ അമ്മയും ഹസ്ബൻഡും കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ പാട്ട് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്? പാട്ട് എന്റെ ഹസ്ബൻഡും പിന്നെ എന്റെ അച്ഛനും ഏട്ടനും. ഏട്ടൻ ഞാൻ ഏത് പാട്ട് പാടിയാലും അതിരുന്ന് ആസ്വദിക്കുന്ന. രേഷ്മ ചേട്ടൻ മാത്രമല്ല, രേഷ്മ ഇനി എന്ത് പാടിയാലും ഞങ്ങൾ ആസ്വദിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തൊരു ത്രോയുള്ള വോയിസ് ആണ്. ടച്ചോട് കേട്ടോ, എന്തൊരു രസമായിരുന്നു. ഈ നമുക്കിങ്ങനെ ഈ പളിച്ചെന്ന് പറയും തമിഴില്, എപ്പടി പളിച്ചു നിർക്കേ.
അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല ഈ പാട്ട് നമ്മള് ഫസ്റ്റേ എടുക്കണതേ ഹൈയിലെ സ്റ്റാർട്ടിങ്ങേ വരണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ. നമുക്കത് കറക്റ്റ് പിച്ചിന് പാടാൻ അതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് പാടി. ഇതൊക്കെ ഒരുപാട് എന്താ നമുക്ക് രേഷ്മയൊക്കെ ഭയങ്കര ഏതോ ഒരു പ്രൊഫഷണൽ സിംഗർ പോലെയാണ് പാടുന്നത്. ഒരുപാട് വർഷങ്ങൾ, ഒരു 50 വർഷമായിട്ട് പാടുന്ന പോലെ, വയസ്സ് കുറച്ചാണെങ്കിലും എല്ലാ ചരണത്തിലും സീമന്തിനിയായി സ്നേഹവതിയായി അവിടെ കൊടുക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ന്യൂൻസസ് ഉണ്ടല്ലോ, അത് എന്ത് രസമായിട്ടാണ് എടുത്തത്. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഒറ്റ കാര്യം, രേഷ്മ പാടുമ്പോൾ രേഷ്മയുടെ മനസ്സിൽ ഇതാരെങ്കിലും കേൾക്കുന്നതായിട്ട് നമ്മളിത് പാടുമ്പോൾ ആരോ ഇത് കേൾക്കുന്നത് ഒരു പക്ഷേ ചേട്ടനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ട്. ആരെയാണ് തോന്നിക്കാറ്? എനിക്ക് അധികം എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ആള്. ഒരുപാട് സപ്പോർട്ടാണ്. പിന്നെ ആള് പാടും, സിംഗറാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആളത് കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ പാടുന്നത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പാട്ടിലൂടെ നമ്മൾ പറയുന്നത് ആളോടാണ് അല്ലേ? അപ്പൊ അത് ആള് കേൾക്കാന്ന് പറയുമ്പോ എനിക്ക് വലിയ സന്തോഷമാണ്. ആളെയാണ് എന്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അതാണ് അതിന്റെ കറക്റ്റ്. അങ്ങനെയാണ് പാട്ട് പാടേണ്ടത്. പക്ഷെ ആൾക്ക് അതിന്റെ അഹങ്കാരം ഒന്നുമില്ല മോൾക്ക്. ഈ പാട്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് അർജുന മാസ്റ്ററുടെ പാട്ടാണ്. അർജുന മാസ്റ്റർ എന്ന് പറയുന്നത് വൺ ഓഫ് ആർ ലെജൻഡറി കമ്പോസേഴ്സ്. ഏറ്റവും വ്യത്യസ്തമായ പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മോസ്റ്റ് യെസ്റ്റർഇയർ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. എന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഇത്രയും കാര്യങ്ങളുണ്ട്. പണ്ട് മാക്ടയുടെ ഒരു പ്രോഗ്രാമിന് അർജുന മാസ്റ്ററെ ആദരിക്കുന്ന ഒരു ഷോയില് എനിക്ക് പാടാൻ കിട്ടിയ പാട്ട് ഇതാണ്. അതായത് ഈ പാട്ട് എപ്പോ വന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡാഡീനെ ഓർമ്മ വരും, അർജുൻ മാസ്റ്റർ ഓർമ്മ വരും. അവരുടെയൊക്കെ മുമ്പിൽ ഈ പാട്ടുകളൊക്കെ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ള ഒരു വലിയ കാര്യം ദൈവത്തോട് നന്ദി പറയുന്നു. ഞാനത് പഠിക്കാൻ നേരത്ത് കേട്ട അതേപോലെയാണ് രേഷ്മ പാടിയത്. അത്രയും ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എവിടെയോ ഒരു സ്വന്തമായിട്ടൊരു സാധനം കൂടെ കൊടുത്തില്ലേ, അതെന്തായിരുന്നു ഒന്ന് പാടുവോ? ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനി. അവിടെയല്ല, അനുപലവിയിലാന്ന് തോന്നുന്നു. വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ, പിച്ചക പൂവല്ലി കുടിലിൽ വെച്ചോ. ആ സാധനം അല്ലേ? അതും പ്ലെയിൻ ആയിട്ടല്ലേ പാടിയിട്ടുള്ളൂ വാണിയമ്മ? ആ ഓക്കെ. അപ്പോ അതേമാതിരിയാണ് സാർ പറഞ്ഞ പോലെ, ഇഫ് യു വോണ്ട് ടു സിംഗ് പാടിക്കോളൂ, ധൈര്യമായിട്ട് പാടിക്കോളൂ എന്നാണ് പറയണേ. ശരിക്കും പറഞ്ഞാൽ യെസ്റ്റർഇയർ മ്യൂസിക് ഡയറക്ടേഴ്സിൽ ആരും ഇങ്ങനെ പറയാറില്ല, ഓൺ ചെയ്ത് പാടൂന്ന് പറയാറില്ല. എല്ലാവരും അതേപോലെ പാടുന്നുള്ള. പക്ഷെ സാറ് പറഞ്ഞതിൽ ഒരുപാട് കാര്യം. ഓൾ ദി വെരി ബെസ്റ്റ്. അസാധ്യമായിട്ട് പാടിട്ടോ, അസാധ്യമായിട്ട് പാടി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അർജുന മാസ്റ്റർ പ്രോഗ്രാമിൽ ഇതേപ്പോ അവിടെ ഇരിക്കുന്നില്ലേ അവരുടെ പോലെ ഞാനും ജോൺസണൊക്കെ വയലിൻ വായിക്കാൻ പോവാറുണ്ട്. അന്ന് വാണിയമ്മയാണ് പാട്ടുകാരി. ഇതേപോലെ വേദിയിൽ വാണിയമ്മ പാടുന്നു, ഞാനിരുന്ന് വയലിൻ വായിക്കുന്നു. എനിക്ക് അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അന്നത്തെ ഒരു 10-50 കൊല്ലം മുമ്പ് പുറകിലോട്ട് പോയി ഞാൻ. അതാണ് എൻ്റെ കണക്ഷൻ. അടിപൊളി കണക്ഷൻ. ഇതിന് ഒരു കണക്ഷൻ ഉണ്ടോ? അപ്പൊ എന്തായാലും പാട്ട് കഴിഞ്ഞു, ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മാർക്ക് വേണം, വേണ്ടേ? 90 മാർക്കാണ് നമ്മുടെ ജഡ്ജസ് തരുന്നത്, 10 മാർക്ക് നമ്മുടെ മെന്റേഴ്സ് ആണ് തരുന്നത്. പക്ഷെ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതായത് നമ്മളിങ്ങനെ പറഞ്ഞു മെന്റേഴ്സ് മാർക്ക് ഇടും നമ്മൾ പറഞ്ഞു, പക്ഷെ ആ മാർക്ക് നമ്മളിപ്പോ കാണിക്കുന്നില്ല. അതാണ് നമ്മുടെ സർപ്രൈസ്. ജഡ്ജസ് മാത്രമേ ആ മാർക്ക് കാണുള്ളൂ. ആ മാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല. നമ്മൾ എപ്പോ വിചാരിക്കുന്നു അപ്പോഴേ നിങ്ങൾക്ക് ആ മാർക്ക് അറിയാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് വിചാരിക്കില്ല, അപ്പൊ നിങ്ങൾ അറിയത്തേ ഇല്ല. മനസ്സിലായോ? ഓക്കെ, അപ്പോ നമ്മുടെ മെന്റേഴ്സ് മാർക്ക് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മെന്റേഴ്സ് മാർക്ക് ഇട്ട് കഴിഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു. ഇട്ടു. അപ്പൊ മെന്റേഴ്സ് നിങ്ങൾ ഇട്ട മാർക്ക് ജഡ്ജസിനെ ആദ്യം കാണിച്ചോളൂ. ഓക്കെ, ഇനി ജഡ്ജസിന്റെ മാർക്ക് 90-ലാണ്. 90-ലാണ്. 100-ലല്ലേ? 100-ലാണ്. 100-ൽ രേഷ്മയ്ക്ക് 90, 5. ഓക്കെ, 100
നമ്പറിൽ 95 മാർക്സ് ആണ് ആദ്യത്തെ പെർഫോമൻസിന് തന്നെ രേഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ. Which is a great score. കാലക്കി. ഓ അപ്പൊ എന്തായാലും രശ്മ ഇനി നമുക്ക് മുമ്പിൽ ഒരു റൗണ്ട് കൂടിയാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ഈ റൗണ്ടിൽ മാക്സിമം മാർക്ക് നമ്മൾ നേടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാം, നന്നായി പാട്ട് പാടാം. ഓക്കെ Okay, ഓക്കെ, thank you so much. താങ്ക് യു സോ മച്ച്. ബൈ. മ്യൂസിക്കൽ വൈഫ്, ഇതല്ലേ വൈബ്? അതെ. അപ്പൊ ഈ വൈബ് ആക്കാനായിട്ട് നമുക്ക് അടുത്ത ആളെ വിളിക്കുവാണ്. ഇമോട്ടീവ് റൗണ്ടിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു വിദ്യ സ്വരാജ്. ആരീരോ ആരീരോ ആരീരാരോ ആരീരോ ആരീരോ ആരീരാരോ ചാഞ്ചാടിയാടി ഉറങ്ങ
എന്ത് തോന്നി പാടിയിട്ട്? ഞാൻ എന്നും സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വേദിയാ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ സെലക്ട് ആയി ഇങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നിൽക്കുമ്പോ പ്രൗഡ് തോന്നുന്നു. അതിന്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷം. അത് എനിക്കറിയില്ല. ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, ചോദിക്കാം. അപ്പൊ എന്തായാലും ഒരു രക്ഷയില്ല വിദ്യ. സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം യു ആർ സിംഗിങ് ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം തുറന്നൊരു പാട്ട് നമ്മൾ സംസാരിക്കുമ്പോഴായാലും പാട്ട് പാടുമ്പോഴും ഹൃദയത്തിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ. പിന്നെ ആ പാടുന്ന എക്സ്പ്രഷനിലും ആ ശബ്ദത്തിലും സ്വയം പാടി ഉറങ്ങുന്ന പോലെ തോന്നി. കുട്ടിത്തത്തോടു കൂടിയുള്ളൊരു ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഭാവമാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഗ്രേസ് ഓഫ് ഗോഡ്. ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെയൊന്നും അല്ല, അതിന് പിന്നിൽ വേറെ ആരുടെയൊക്കെയോ പിൻബലമുണ്ട്. അച്ഛൻ അച്ഛൻ മോളെ ശരിക്ക് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് കൂടെ ഒരു അടി. എന്തൊരു മോഡുലേഷൻസാ ഇത്. ഗായത്രി അതിമനോഹരമായിട്ട് പാടിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. അത് മ്യൂസിക് ഡയറക്ടർ സോങ്. പക്ഷെ അത് മോളുടെ പാട്ടാക്കി പാടി. കുറച്ച് എക്സ്ട്രാ മോഡുലേഷൻസ്, പലയിടത്തും ആ ശ്വാസം കൺട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ പാട്ട് നമ്മൾ വീണ്ടും കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് കേൾക്കണം എന്ന് തോന്നുകയാണ്. അത് ഇവിടെ സാധിച്ചു. ഐ എം സോ ഹാപ്പി ടു ലിസൺ ദിസ്. രാജേഷേ, ഫ്ലൂട്ട് പൊളിച്ചുട്ടാ. വിദ്യക്കുട്ടിക്ക് ഇപ്പൊ എത്ര കുട്ടികളോ? എനിക്കിപ്പോ 2 കുട്ടികള്. 2 കുട്ടികള്. അതാണ് എന്റെ ദൈവമേ, മക്കളൊന്നും കഴിക്കാറില്ലടാ. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ അങ്ങനെയാ. ഞങ്ങൾ എന്ത് കഴിച്ചാലും ഞങ്ങളോ പണ്ട് ഇല്ലില്ല, ഞങ്ങളുടെ ശരീരപ്രകൃതം അങ്ങനെയാ. നമ്മൾ കഴിച്ചാലും നമ്മൾ നല്ലപോലെ കഴിക്കും. പക്ഷെ കഴിച്ചാലും ആ ഒരു 0 സൈസ് എന്താന്നറിയില്ല, ഭയങ്കര ഗ്ലാമർ ആണെന്നല്ലേ. 0 സൈസ് എനിക്ക് നേരെ തിരിച്ച. ഒരു ഉരുള കഴിച്ച ഒരു ഉരുളക്ക് വണ്ണം വെക്കും. അതേപോലെ ഒരു ഉരുള കമ്മി കഴിച്ചാൽ ആണല്ലേ. എന്തൊരു കഷ്ടമല്ലേ. എന്നിട്ട് പിന്നെ ടി വി കൂടെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും. അപ്പൊ എല്ലാവരും നേരെ കാണുമ്പോ നിങ്ങൾ ഇത്രേ ഉള്ളോ ടി വി കാണുമ്പോ? അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് മെലിച്ച് കാണിച്ചു പ്ലീസ്. പ്രേക്ഷകർ എനിക്ക് ഇത്രയും കവളൊന്നും ഇല്ല ഇതിനകത്ത് കൂടെ കാണുമ്പോ. ആപ്പിൾ പോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ആപ്പിൾ പോലെ. അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്പോൺസർ ഉണ്ടല്ലോ, ഫിറ ഫുഡ്സ്, അവരുടെ ഓട്സ് ഉണ്ട്. അതായത് അവരുടെ ചിയാ സീഡ്സിന്റെ ഓട്സ് അതെ ഹാർട്ടിന് നല്ലതാണ്. നമ്മുടെ നല്ല ഡൈജഷന് വേണ്ടിയിട്ട് അത് നല്ലതാണ്. അതില് ഫൈബർ ഉണ്ട്, അതുപോലെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തിനാ ഹാർട്ടിനും ഡൈജഷനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഇടയ്ക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫിറ ഫുഡ് ഇനി ഞാൻ അങ്ങനെ മെലിഞ്ഞ. ശരി വിദ്യക്കുട്ടി, നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. അങ്ങനത്തെ പോർഷനൊക്കെ സൂപ്പർ ആയിട്ടാ. അതൊക്കെ ഇതിന്റെ മെയിൻ ഒരു പോർഷൻസ് ആണല്ലോ, ആ ഒരു ഇങ്ങനെ വരണത്. അതൊക്കെ നന്നായിട്ട് പാടി. എനിക്ക് ഒൺലി തിങ് ചരണം പാടിയപ്പോ ഒരു ഇച്ചിരി അമ്മ നടക്കുമ്പോൾ ഒരു ചെറിയ ഷാർപ്പായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ശ്രുതിയുടെ പ്രോബ്ലം അത്രേ ഉള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. അതും കൂടി ഒന്ന് ഇല്ലായിരുന്നുവെങ്കിൽ പല്ലവിയും. ഇനി ഞാൻ ചോദിക്കട്ടെ ബിനി, അത് ഓർമ്മിച്ചപ്പോ എനിക്കത് ആ ടെൻഷനൊന്നും ഇല്ലാണ്ട് ആ പല്ലവി ഒന്ന് ചെറുതായിട്ട് വ്യത്യാസമാണ് അല്ലേ, ശബ്ദം തന്നെ മാറി. മോളെ ഇത് പാടിയപ്പോ എന്തായിരുന്നു മനസ്സില്? എനിക്ക് ഇത് ഒരുപാട് ഞാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഇത് ഇറങ്ങിയ സമയം മുതൽ ഞാനിത് സ്റ്റേജുകളിൽ പാടാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഒരു ടീനേജ് പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് ഞാൻ പ്രസവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഈ പാട്ട് പാടിക്കൊടുക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ പ്രസവിച്ച എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ഈ പാട്ട് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ല, അതിനുശേഷം എനിക്ക് 2 മക്കളുണ്ടായി. അവർക്ക് 2 പേർക്ക് ഞാൻ ഈ പാട്ട് പാടിക്കൊടുക്കാറുണ്ട്. അതാണ് ദൈവം. പക്ഷെ ഇതിൽ വേറൊരു ട്വിസ്റ്റ്, ഞാൻ പാടിയ കുക്കുരു സോങ് അത് എന്റെ മക്കൾക്ക് താല്പര്യമില്ല. എന്നോട് ഓരോ അമ്മമാര് പറയാറുണ്ട്, ഇത് ചോറ് കഴിക്കണമെങ്കിൽ ഈ പാട്ട് കേൾക്കണം,
ഉറക്കണമെങ്കിൽ ഈ പാട്ട് കേൾക്കണം എന്ന്. പക്ഷെ എന്റെ മക്കൾക്ക് ഇത് വരുമ്പോ അവര് സ്കിപ്പ് ചെയ്ത് വേറെ കാണിക്കും. കുക്കുരു കുക്കുരുക്കൻ കക്കിരി കക്കും കരുമ്പ് പണ്ടൊരു കാട്ടിലെത്തി. മക്കളെ അതങ്ങനെയാ പാട്ടുകാര് മക്കളെ നമ്മുടെ മക്കൾക്കൊന്നും. എന്റെ മോള് ശിവാംഗി പറയും, ഞാൻ ഇന്ന് പാടുന്നതിന്റെ കാരണം എന്റെ ശ്രേയ ഘോഷാൽ മാമാണ്. അങ്ങനെ വീട്ടിലാരും പാട്ടുകാർ ഇല്ലേടി ഇത് ഞാൻ ചോദിക്കാറുണ്ട്. അല്ല ഞാനിങ്ങനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യ അമ്മ പോ ശരിയാണ് തൈര് സാധനങ്ങൾ 2 എനിക്ക് അന്ത ശ്രേയ മാമനാലതാ ഞാൻ പാടുறது. എനിക്കും ഈ പാട്ടിനോടൊരു കണക്ഷൻ ഉണ്ട്. ഏത് കുക്കുരു കുക്കുരു അതല്ല, രഞ്ജിനി പറഞ്ഞില്ല രഞ്ജിനി. അതെ വിദ്യ എന്തോ ക്ലീൻ സിംഗിങ് ഞാൻ എഴുതി Thank you, വെച്ചേക്കുന്നത്. ma'am. Thank you. ക്ലീൻ സിംഗിങ് സ്റ്റേജസിൽ ഒരുപാട് പാടിയിട്ടുണ്ടോ? പാടാറുണ്ട്. അത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടേക്കാണ് ബ്രെത്ത്, അതായത് കൂടുതൽ സംഗതികളുള്ള സ്ഥലത്ത് വളരെ സ്മാർട്ടായിട്ട് ആ ബ്രെത്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എസ്പെഷ്യലി സ്ലോ സോങ്സിന് ബ്രെത്ത് കൂടുതൽ, ഫാസ്റ്റ് സോങ്സിന് പെട്ടെന്ന് അത് കഴിഞ്ഞു പോകും. സ്ലോ സോങ്സിന് അത് പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് ആഫ്റ്റർ സർട്ടൻ ഏജ് നമുക്കും ഈ പറഞ്ഞ പോലെ ബ്രെത്ത് കൺട്രോൾ ആണ് എപ്പോഴും പ്രശ്നമായി വരിക. പക്ഷെ അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാട്ട് അല്ലെങ്കിൽ പെർഫ്യൂംസ് മണം ഇതാണ് എപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യുക ഒരു ഓർമ്മയായിട്ട്. എല്ലാ ഓർമ്മകളും നന്നായിക്കൊള്ളുന്നില്ല. ചില ഓർമ്മകൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ലേറ്റർ ഓൺ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ദൈവം തന്നെ കാണിച്ചു തരും. ദാറ്റ് ഈസ് യുവർ 2 kids അല്ലേ, 2 മക്കളുണ്ടായിരുന്നു. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ സന്തോഷിക്കുക. ദൈവം തന്നതിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വൈസ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നേരത്തെ നമ്മളിവിടെ പറഞ്ഞു ഇതിന്റെ എല്ലാ ക്രെഡിറ്റും അച്ഛനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അച്ഛനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ പ്ലീസ്. ഹലോ അച്ഛാ. അച്ഛനോട് ചിരിക്കാൻ മകള് പറയുന്നു. അതെ, അച്ഛന്റെ അന്നത്തെ ഒരു ഹമ്മിങ് കേട്ട് ഞങ്ങള് എല്ലാരും കിളി പോയി. ഇപ്പൊ ഏതെങ്കിലും ഒരു 2 ലൈൻ ഞങ്ങൾക്ക് അച്ഛനെ കൊണ്ട് പാടിക്കണോ അതോ അച്ഛന് വേണ്ടി മകളെ കൊണ്ട് പാടിപ്പിക്കണോ? അല്ല അച്ഛൻ പാടി കേൾക്കണം. അച്ഛൻ പാടി കേൾക്കണം. ദേവി ദേവി ആത്മരാഗമേഘ കന്യാവനിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവീണ താകൂനി ദേവി. അപ്പൊ എവിടെന്ന സംഗതികളൊക്കെ വരുന്നത് മനസ്സിലായി. വർഷങ്ങളായിട്ട് അച്ഛൻ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത്രയും വലിയൊരു വേദി അച്ഛൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത് ഞാൻ കാരണമാണെന്നുള്ള ഞാൻ പ്രൗഡാണ്. സന്തോഷം. അപ്പൊ അച്ഛ നമുക്ക് അച്ഛനെ നിർത്തിക്കൊണ്ട് തന്നെ മാർക്സ് അറിയാം. ഓക്കെ, അപ്പൊ ജഡ്ജസ് നമ്മുടെ മെന്റേഴ്സിന്റെ മാർക്സും കൂടെ വെച്ചിട്ട് ജഡ്ജസ് ടോട്ടലായിട്ട് എത്ര മാർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയാം. അപ്പൊ എന്തായാലും അവരുടെ ചർച്ചയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി ആരാണ് മാർക്ക് പറയുന്നത്? രഞ്ജിനി ചേച്ചി പറഞ്ഞോളൂ. വിദ്യ, വിദ്യക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് ഇസ് 94 out of 100. അതെ, 100-ൽ 94 കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടിയുണ്ട്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാ, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് വിദ്യ. താങ്ക് യു അച്ഛാ. താങ്ക് യു. ചെയർ നമ്പർ 3, 3-ാം നമ്പർ ചെയറിന്റെ ഉടമ അർച്ചന ശ്യാം. അതെ, വിന്റേജ് ലുക്കിൽ വരുന്നു. വിന്റേജ് വൈബ് റൗണ്ടുമായി അർച്ചന ശ്യാം.
ആത്മസഖിനി പ്രാണസഖിനി അടിപൊളി എങ്ങനെ പാടി? നന്നായി പാടിയോ? വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല. പ്രാക്ടീസ് ചെയ്തപ്പോ നന്നായിട്ട് പാടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ടെൻഷനും എനിക്ക് ആദ്യം വെച്ചപ്പോ ഒരു കേൾക്കുന്നതിൽ കുറച്ച് കൂടുതൽ പോലെ ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് തലയൊക്കെ ഇങ്ങനെ മുഴങ്ങുന്ന പോലെ ഒരു ഫീല്. അപ്പൊ കുറച്ചു, അപ്പൊ ഒട്ടും കേൾക്കാത്ത പോലെ തോന്നി. തീരെ കേൾക്കാത്ത ഒരുപാട് കേൾക്കുന്നതിന് ഇടയിലൊരു സംഭവം ഉണ്ടായിരുന്നു, അവിടെ വെച്ചില്ലേ അതിപ്പോ? ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കടക്കാം. അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഔസേപ്പച്ചൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? അർച്ചന എന്തൊക്കെ കടമ്പകൾ കടന്നിട്ട് വേണല്ലേ ഒരു പാട്ട് പാടാൻ. എന്തോ ഒരു കേൾവി പ്രശ്നം, ഒരു ചെവി കേക്കില്ല. വെച്ചാല് പറയുന്ന എനിക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എന്താ ചെവിടുന്ന് എന്താ? അത് എനിക്ക് ജനിച്ചപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്റെ ഒരു +2-ലായപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ചെവി അടച്ച് മൊത്തം ബാലൻസ് ഒക്കെ പോയി, വൊമിറ്റ് ചെയ്യാനൊക്കെ വന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടതാണ്. പിന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഒന്നും കേൾക്കത്തില്ല ആ ചെവി. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടത്തെ ഇത് ശരിക്കും കേൾക്കണില്ല. അടുപ്പിച്ചു വെച്ചപ്പോ കൂടുതൽ കേട്ടു. പക്ഷെ അതൊക്കെ ഉണ്ടായാലും നന്നായിട്ട് പാടിട്ടോ, നന്നായിട്ട് പാടി. എനിക്ക് എസ്പെഷ്യലി എന്നും ഒന്ന് ചേരാൻ ചരണം, അതായത് സെക്കൻഡ് പോർഷൻ, അതിന്റെ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു, കാണാൻ കൊതിച്ച നേരം, അവിടെയൊക്കെ എന്തൊരു സ്വീറ്റ് ആ സംഗതികളൊക്കെ. മനോഹരമായിരുന്നു കേട്ടോ. എല്ലാത്തിലുപരി ഇതാരാണ് ഈ വേഷമൊക്കെ ഇടിപ്പിച്ചത്? ആരാ അതിന്റെ പിന്നില്? ഹീറോയിൻ പോലെ ഉണ്ടല്ലോ. അടിപൊളിയാണ് ആ കളർ കോമ്പിനേഷൻ, ആ ഡോട്ട്സ്, ഇവിടുത്തെ ആ ഒരു പൂവ്. അത് ചെവിട്ടിൽ വെച്ച പൂവാന്ന് ഞാൻ വിചാരിച്ചത്. ചെവിയിലുള്ള പൂവല്ലേ? ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ വന്നിരിക്കും. അല്ല, 10 വർഷം മുമ്പ് വരെ ഞാൻ ചെവിയിലല്ല. ചേച്ചി പെട്ടെന്ന് പറയുമ്പോ സത്യങ്ങൾ മാത്രമേ പുറത്തു പറയൂ. പ്രത്യേകിച്ച് ദുബായി നോക്കി ഇങ്ങനെ ഒരു വലിയ പൂക്കൾ കിട്ടും, ക്ലിപ്പ് ഇങ്ങനെ വെച്ചാ ഇങ്ങനെ ക്ലിപ്പിട്ട് നടക്കും. അവസാനം എന്റെ പിള്ളേർ അവസാനം വഴക്ക് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് പിന്നെ മാറ്റിയത്. എന്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല കേട്ടോ, എവിടെ വേണേലും പോവച്ചോ, ഒരു കുഴപ്പമില്ല. ഭർത്താവ് വളരെ പ്രോഗ്രസ്, ഒരു കുഴപ്പമില്ല.
പക്ഷെ എനിക്കത് കണ്ടപ്പോ ഞാൻ വേഗം ചേച്ചിയുടെ അടുത്ത് നമ്മൾ പാട്ട് പഠിക്കാൻ പോകുമ്പോഴും ചേച്ചിയുടെ ഒരു ഗെറ്റപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ചേച്ചി ഇതുപോലെ തന്നെയായിരിക്കും. കണ്ണു എഴുതി പൊട്ട് തൊട്ട് ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു വേഷം വളവളാന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു ഇനി പൊട്ട് തൊടാണ്ട് നീ ഇങ്ങോട്ട് കേറ്. കണ്ണു എഴുതി. ചേച്ചിനെ എപ്പോ കാണുമ്പോഴും ഈ ഒരു ഇതിലാണ് കാണുക. അല്ല, നമ്മള് ദൈവം എന്തിനാ നമുക്ക് മൂക്കും കണ്ണും വായും ഒക്കെ തന്നിരിക്കുന്നത്? കമ്മലും അതൊക്കെ ഇടാൻ നമുക്ക് അതൊക്കെ നല്ല ഒരുങ്ങി രസമായിട്ടിരിക്കണ്ടേ? പണ്ടൊക്കെ ഈ തമിഴ് ആൾക്കാർ അവരൊക്കെ എന്റെ മാമിയാരൊക്കെ കണ്ടിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഒരു മുറുക്കാനൊക്കെ മുറുക്കി അപ്പൊ ചുണ്ടൊക്കെ നല്ല ചുമന്നിരിക്കും. നല്ല രസകരമായിട്ട് ഇങ്ങനെ ഇരിക്കണം. നമുക്ക് ദൈവം തന്ന ഒരു ഇതല്ലേ. ഈ പാട്ടിന് എനിക്കുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ കൊച്ചിലെ 1.5 വയസ്സിന് 2 വയസ്സുള്ളപ്പോ എന്നെ എപ്പോഴും പാടി ഉറക്കുന്ന പാട്ട് ഈ പാട്ടാണ്. എന്നെയും ഏഴിലെ പാല പൂത്തതോ പാട്ട് ഉറങ്ങാൻ പാടിക്കൊണ്ടിരിക്കും. അല്ല കുട്ടി, പക്ഷെ ഞാൻ ആലോചിക്കുക എന്തിനാ ഈ പാട്ട് കേട്ട് ഞാൻ ഭയങ്കര എല്ലാരും എന്റെ ചിറ്റമാര് അമ്മ എല്ലാരും അമ്മൂമ്മ എല്ലാരും ഈ സാധനം ഈ പാട്ട് പഠിച്ചു. ഞാൻ കരയാതിരിക്കാൻ വേണ്ടി. അതൊരു വലിയ ദൗത്യമായിരുന്നേ. ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ബിന്നിനെ പാടി ഉറക്കുന്ന പാട്ടല്ലേ? ഞാനിത് കേട്ടിട്ട് ഉറങ്ങാറുണ്ട്. എന്താ കുഴപ്പം? അതല്ലേ ഞാൻ പറഞ്ഞു, ഞാനും ഉറങ്ങാറുള്ള പാട്ടാണ് ഇത് കേട്ടിട്ട്. ഒരു കാലത്ത് എന്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നു കേട്ടോ. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ. ഒരൊറ്റ കാര്യം, ടെൻഷൻ കാരണം അവിടെ ഇവിടെയൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം എനിക്ക്. അതായത് ആകാശത്താമര പോലെ ആ പാട്ടിന്റെ ബ്യൂട്ടിഫുൾ പോർഷനാണ്. ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്ന പോർഷനാണ്. അപ്പൊ ആ ഒരു പോർഷൻ ഒന്ന്. ആകാശത്താമര പോലിൻ മടിയിൽ വന്നു വീണു. ആഹാ, എന്താണ് ഇതുമാതിരി പാടിയില്ലല്ലോ. എന്ത് പറ്റി? കേൾക്കാൻ പറ്റുന്നതിന്റെ ഒരു ഇത് വെച്ചിട്ട് വരുമ്പോ എനിക്ക് വയലിനൊക്കെ വരുമ്പം അത് ബാക്കിങ്ങിൽ കിടക്കുമ്പം എന്റെ വോക്കിൽ ഡിമ്മാവുന്നുണ്ടോ എനിക്കൊരു കൺസേൺ ആണ് ഇപ്പോഴും. സ്റ്റീരിയോ ഹെഡ്ഫോൺ വെക്കുന്നോണ്ടുള്ള ഒരു കുഴപ്പം കൂടിയുണ്ട്. ചിലപ്പോ ഈ സ്റ്റീരിയോ പാൻ ചെയ്യുമ്പോ ഒരു സൈഡിലേക്ക് അപ്പൊ ഒരു ഓർക്കസ്ട്ര കൂടും. അപ്പൊ നമ്മള് വോയിസ് കേൾക്കില്ല. മോണോ പണ്ടത്തെ പോലെ മോണോ ആണ് കേൾക്കുന്നത്. എല്ലാം ഒരുമിച്ച് സെൻട്രലാണെങ്കിൽ ഈ പ്രശ്നം വന്നേനില്ല. അതിപ്പോ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ട് ഇവർക്ക് ഇത് സ്റ്റീരിയോ മോണോ ആക്കാൻ പറ്റില്ലല്ലോ. അത് ഇറ്റ്സ് ഓക്കെ. ബട്ട് നൗ യു സാങ് എക്സലന്റ്. സൂപ്പറായിട്ട് പാടി കേട്ടോ. പ്രശ്നമല്ല കേട്ടോ. ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ആണ്. സുശീലാമ്മയുടെ പോലെയല്ല, യു ഹാവ് യുവർ ഓൺ വോയിസ്. അപ്പൊ അതിലെ ഏഴിലമ്പാല കേട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ചെറിയ ചെറിയ ന്യൂആൻസസ് അത് രണ്ടാമത്തെ ചരണത്തിൽ അത് വന്നു. അതേപോലെ അനുപലവിയിൽ വരണം എന്നാണ് സാർ ഉദ്ദേശിച്ചത്. അതായത് ഏകാന്ത സന്ധ്യകളിൽ എന്നുള്ളതിൽ അത് കറക്റ്റായിട്ട് അങ്ങ് വീണു. സാരമില്ല, ആസ് യു സെഡ്, ഈ പറഞ്ഞ പോലെ ഒരു ലൈവ് പാടുമ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് ലൈവ് എന്ന് പറയില്ലല്ലോ, റെക്കോർഡിംഗ് പോലെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പൂവൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ചെവിട്ടിലല്ല വെച്ചിരിക്കണമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വിന്റേജ് റൗണ്ട് പൊളിച്ചു. വെരി ഹാപ്പി. എന്തായാലും വിന്റേജ് വൈബായി അല്ലേ? നമുക്ക് വൈബുള്ള മാർക്ക് കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ മെന്റേഴ്സിന്റെ മാർക്സ് അതെ അപ്പോ മെന്റേഴ്സിന്റെ മാർക്കും നമ്മുടെ ജഡ്ജസിന്റെ മാർക്കും കൂടെ ചേർത്ത് 100-ൽ എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ തന്നെ പറയണോ? സർ പറയും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് മാർക്ക് പറയാത്തിരി ബുദ്ധിമുട്ട്. എന്നാ ബിന്നി ചേച്ചിയിലേക്ക് കൊടുക്കും. ഞാൻ പറയട്ടെ. മോളെ അർച്ചനെ, എന്തോ മോൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 92.5. നല്ല സ്കോറാണ്. ആദ്യത്തെ റൗണ്ടിലെ വിന്റേജ് വൈബ് എന്ന് പറയുന്ന റൗണ്ടിൽ നല്ല വൈബുള്ള മാർക്ക് കിട്ടി. 92.5. ഓക്കെ, ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടോ പാടിയത്? എല്ലാം ഇഷ്ടപ്പെട്ടു. ഏതാണ് കോസ്റ്റ്യൂമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പാട്ടാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടും ഇഷ്ടപ്പെട്ടു. കോസ്റ്റ്യൂം കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ട്. ഹസ്ബൻഡിനെ ഓർത്ത് പാടണം എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഏഴിലമ്പാലയ്ക്ക് 92.5 മാർക്സ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. അതെ, ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഏതാണ് റൗണ്ട്? ഇമോട്ടീവ് റൗണ്ട് കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാം, നന്നായി
പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇമോട്ടീവ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ടസ്റ്റന്റ് എത്തുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ഐഷ ഇസ്മായിൽ.
എങ്ങനെ പാടി തോന്നി? ഞാന് പാടാൻ വിചാരിക്കും, പക്ഷെ പാടിയത് വന്നോന്ന് എനിക്ക് അറിയില്ല. അറിയാം, നമുക്ക് ജഡ്ജസിന് അറിയാം, അവര് വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ഔസേപ്പച്ചൻ സാർ. ആയിഷ, ഓ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്. അതെ നമ്മുടെ ഇളയരാജ സാർ, അതെ ഫാസിൽ സാർ, അതിലുപരി ബിച്ചു തിരുമല, അതെ അവരുടെ കോംബോയിൽ ഇറങ്ങിയ മനോഹരമായിട്ടുള്ള ഗാനം, സൂപ്പർ ഹിറ്റ്. ആയിഷ നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ആയിഷയുടെ ഒരു ചെറിയ ഒരു ഇതുള്ളത് ബ്രീത്തിങ് കൺട്രോളിന്റെ ഒരു ചെറിയ പ്രോബ്ലം. വാക്കുകൾ അവസാനിക്കുമ്പോ അതങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് പുറത്തു വരുന്നില്ല, തോന്നിയില്ലേ? അതെ അതെ എനിക്കറിയാം. അനക്കറിയാം. ഈ പാട്ട് സെലക്ട് ചെയ്യാൻ എന്താ കാരണം? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും സ്വാധീനിച്ച പാട്ടാണ് ഇത്. ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് പീരീഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പാടാനുള്ള ഒരു ഇത് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ നമ്മളെ പണ്ടത്തെ സിനിമാ പാട്ട് പുസ്തകം ഉണ്ടാവൂലേ, ചെറിയ ഒരു പീക്കിരി. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് അതായത് എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ട് ഈ ഓലത്തുമ്പത്താ. പിന്നെ ഞാൻ ഇത് അതായത് സെർച്ച് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് വേറൊരു ട്വിസ്റ്റ്. എന്താ വെച്ചാല് ഈ സിനിമ ഇറങ്ങിയത് 1992 അപ്പൊ ഞാൻ ജനിച്ചത് 91. അപ്പൊ എന്റെ അമ്മ എനിക്ക് പാടി തന്നിട്ടുണ്ട് ഈ പാട്ടെന്ന് അമ്മ പറഞ്ഞ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെപ്പോഴും ഞാൻ കരയണ്ടെന്ന് വെച്ചിട്ട് ഹാപ്പി ആയിട്ട് പാടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കുന്നില്ല. ഞാൻ കരയൂല. എൻ്റെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ വലിയ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ മോന് ഞാന് പാടിക്കൊടുത്ത പാട്ടാണ് ഈ ഓലത്തുമ്പത്ത്. അപ്പം അങ്ങനെ അല്ല, കൂടുതൽ പറയാൻ അതായത് വാക്കുകൾ കിട്ടുന്നുണ്ടാവില്ല, എനിക്കറിയാം. ഓലത്തുമ്പത്ത് എന്നുള്ള പാട്ടേ അത് കേൾക്കുമ്പം അതിന്റെ വരികളുണ്ടല്ലോ, അത് കുത്തിപ്പോ. അമ്മ തന്നെ അമ്മിഞ്ഞ പാലിന്റെ മാധുര്യം കാത്തിടണമേ എന്ന് പറയൂലേ. ഐഷ അത് പാടുമ്പോ എന്റെ ചങ്കല് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ ഐഷയുടെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അറിയാം. ഞാൻ പറയാണ് എന്റെ മോനോട്, പിച്ചോട്ടാ എനിക്ക് നിനക്ക് എന്റെ സങ്കടം അറിയാത്തോണ്ടാ മോനെ, സത്യമായിട്ടേ ഞാൻ ഉള്ള കാര്യം പറയുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് നീ എന്നെ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഒരു ഷോട് കൂടിയിട്ട് എനിക്ക് എന്റെ മോനെ കിട്ടാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ വരി വന്നപ്പോ ഞാൻ ശരിക്കും ഇമോഷണൽ ആയിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വരികളാണ് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ. പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അങ്ങനെയാണല്ലോ. അതെ, അതായത് എന്ന് വെച്ചാലേ ഈ പാട്ട് എടുക്കുമ്പോഴേ എനിക്ക് ടെൻഷനായിരുന്നു. പാടാൻ പറ്റുമോ. രാധിക ചേച്ചി ആണെങ്കിലും മുഫിദത്തെയാണ് പറഞ്ഞത്, മര്യാദക്ക് ഈ പാട്ട് പാടിക്കോളണം. അതിന്റെ ഇടയ്ക്ക് പേടിപ്പിച്ചുകൊണ്ടാണ് എങ്ങാനും കരഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളായി പോവും, അതുകൊണ്ട് മര്യാദക്ക് പാടിയിട്ട് നീ വേണം കരഞ്ഞോ എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാല് എന്റെ മോക്ക് ഞാനിപ്പം ആ പാട്ടാ പാടിക്കൊടുക്കുന്നേ. പക്ഷെ അതില് വേരി വ്യത്യാസമുണ്ട്. ബാലഗോപാലി എന്നാ ഞാൻ പാടല്, ബാലഗോപാലനല്ല. അതാണ് കണ്ണട എന്ന് വെച്ചേ, ആ സ്പെക്സ് എന്ന് വെച്ചേ. ഞാൻ ഓർത്ത് ആൺകുട്ടിയാണെന്ന്. അതെ, രവീണ ടണ്ടനോ? മനം തേടും പൊൻകണിയായി കണ്ണൊഴിയേ പൂമ്പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ.
ഐഷ ഈ കുഞ്ഞിന് എങ്ങനെയാ പാട്ട് പാടി കൊടുക്കുന്നേ? ബാലഗോപാലി. അതൊന്ന് പാടിയ രണ്ടുപേര്. അമിച്ച് എങ്ങനെ പാട്ട് പാടലും ഉമ്മ? കുളിപ്പിക്കുമ്പോ എങ്ങനെ പാട്ടല്? ഒലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ലപ്പങ്കിളി എന്റെ ബാലഗോപാലി അങ്ങനെ മനം തേടും പൊൻകണിയായി. എന്താ സന്തോഷം. അവക്ക് ഈ ഭയങ്കര ഇഷ്ടം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ മന്ദാരം ഒരു ലൈറ്റ് വേണോ? പോകുമ്പോ തന്നു അത് വിടാട്ടോ. ഊരി മേടിച്ചു തരാം കേട്ടോ. ഐ ഗോട്ട് ഇറ്റ്. പക്ഷെ എനിക്കൊരു ഡൗട്ട്, എന്താ എനി ഇൻഫർമേഷൻസ് അതെ അതെന്താ വെച്ചാല് പിന്നെ പ്രൊമോ കണ്ടതിന് ശേഷം എന്റെ ഫ്രണ്ട് ഗേളാന്ന് പോയിന്ന് ഞാൻ പറയുന്നില്ല. ആകെ കൂടി എനിക്ക് എല്ലാ ഇൻഫർമേഷൻ തരുന്ന ഒരാളാണ് അവരെന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഈ പ്രൊമോ കണ്ടതിന് ശേഷം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു. നവരാത്രി ഉണ്ടായല്ലോ ഇപ്പൊ കഴിഞ്ഞിട്ട്. അപ്പൊ നവരാത്രിന്റെ സമയത്ത് മോൻ വന്നിട്ടുണ്ടായി, കണ്ടു ഞാൻ, പിന്നെ സംസാരിച്ചു, പിന്നെ വലിയ ബാല്യക്കാരനായി എന്ന് പറഞ്ഞു. അത് കേട്ടോ എനിക്ക് ഇത് കേട്ട് കഴിയുമ്പോ സത്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം വഴി ആ കുഞ്ഞ് ഉറപ്പായിട്ടും ഐഷയെ കാണാൻ അവര് പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്, നീ ശ്രമിച്ചു നോക്കൂ, ചിലപ്പം അവൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. വന്നു കഴിഞ്ഞ് നമുക്ക് ഈ സ്റ്റേജിൽ വരെ കൊണ്ടുവരും, സ്റ്റേജിൽ കൊണ്ടുവരണം. പിന്നെ അത് പറയാൻ പറ്റൂല. എന്താ വെച്ചാല് ഇവര് എന്റെ ഹസ്ബൻഡ് കൊറേ മോന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ മോന്റെ കാര്യത്തിന് വേണ്ടി നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു നടക്കും ഐഷ. അപ്പൊ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറയായിരുന്നില്ലേ മോന്റെ? അതാണ് അവനെ പ്രശ്നം. എന്താ വെച്ചാലേ ആരും മുമ്പിൽ നിൽക്കുന്നില്ല. എന്താന്ന് എനിക്കറിയില്ല. അവന് ഭയങ്കര സങ്കടമാണോ എന്നാന്നറിയില്ല. അവിടുത്തെ അവസ്ഥകൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. പക്ഷെ അവൻ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു അവര്. അപ്പം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതെനിക്ക്, പക്ഷെ എങ്ങനെയാലും ഞാൻ നിനക്ക് അയച്ചു തരും ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നടക്കട്ടെ, എല്ലാം നടക്കൂട്ടോ. മകനിപ്പോ ഈ പ്രോഗ്രാം ഇപ്പൊ കണ്ടോണ്ടിരിക്കാവും. മകന് വേണ്ടി പാടിയ പാട്ട് അമ്മ പാടി. കുഞ്ഞുമോനെ, ഞാൻ നിനക്ക് വേണ്ടി പാടിയ പാട്ടാട്ടോ കുഞ്ഞുമോനെ. സത്യം നീ ഒന്ന് കേക്ക് മോനെ, എങ്ങനെയല്ലേ നീ ഒന്ന് വന്ന് ഒന്നെന്നെ കണ്ടാ മതി മോനെ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. നമ്മളുടെ ഈ പ്രോഗ്രാമിലൂടെ ഇപ്പം ഒരു പ്രൊമോ കണ്ടതിലൂടെ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മ്യൂസിക്കൽ വൈഫ് പോകുന്ന സമയം വരെ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആഗ്രഹം സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അത്ര ഒരു മാറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വലിയൊരു സന്തോഷമായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പോ ഈ ഒരു ഇമോഷണൽ റൗണ്ടിൽ ഈ മാതൃസ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് മകന് വേണ്ടിയിട്ട് ഈ ഗാനം ആലപിച്ചത്. അപ്പൊ അവനിത് കണ്ടോണ്ടിരിക്കാവൂ. അവനെന്തായാലും ഇത് കേൾക്കാത്ത പോലെ ഇരിക്കാൻ പറ്റില്ല. അവനെന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയില് അമ്മയെ കാണാൻ എത്തിയിരിക്കും. ഓക്കെ, ഇനി ബിന്നി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിട്ട് പാടി. വീട്ടമ്മമാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഇമോഷൻസ് ഇതുപോലെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾക്ക് ഇതുപോലൊരു പാട്ട് പാടാൻ ഇപ്പം ഈ ഐഷ ഇപ്പൊ ഈ വേദിയിൽ വന്നത്. ഇപ്പം കുറച്ചൊരു ശ്രുതി പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിയുടെ ഇമോഷൻസ് മനസ്സിൽ കൂടെ ഓരോ ലൈൻ പോകുമ്പോഴും എന്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ സാറേ? അതുകൊണ്ട് എടുത്ത് നമുക്ക് എന്താ പറയണ, അങ്ങനെ അവിടെ അത് പോയി ഇവിടെ പോയി അങ്ങനെയൊന്നും പറയാൻ നമുക്ക് തൽക്കാലം പറ്റില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ആ കുഞ്ഞ് വരണം, ആ മോളുടെ ഐഷയുടെ ആഗ്രഹം സാധിക്കണം എന്ന്. അപ്പൊ ഞാൻ തന്നെ എന്നെ ഒരു നിമിഷം ആലോചിച്ചു പോയി. കാരണം എൻ്റെ ശിവാംഗിക്കും സുന്ദറിനും ഒക്കെ അപ്പം കൊച്ചിലെ നമ്മൾ പാടിക്കൊടുത്തോണ്ടിരുന്ന പാട്ടുകളുണ്ട്. അപ്പൊ അവരെ പാടിക്കൊടുത്ത ഒരു നിമിഷം ഞാനത് ആലോചിച്ചു പോയി. നമ്മളും ഇതുപോലെ പാടാനായിട്ട് അത് കഴിഞ്ഞ് കച്ചേരിക്ക് പോകുമ്പോഴത്തേക്കും ഈ പിള്ളേരെ അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ചില നേരം സ്വരമൊക്കെ പാടുന്നത് ചിലപ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരത്തില്ല. വീട്ടമ്മമാരാണെങ്കിൽ പോലും നമ്മൾ പല പല കാര്യങ്ങളും അടക്കി വെച്ചിട്ടാണ് പാടുന്നത്, ഇല്ലേ, പാടാൻ പോകുന്നത്. അപ്പൊ അത് കാരണം ഇവരെ എന്താണ് ഇവരോട് പറയേണ്ടത്, എന്നാലും സാരമില്ല. അടുത്തത് ഈ കാര്യങ്ങൾ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. ചില ആ കാര്യങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രുതി അത് ഐഷയ്ക്ക് നന്നായിട്ട് അത് പാടാൻ പറ്റും കേട്ടോ. താങ്ക് യു സോ മച്ച് ബിന്നി ചേച്ചി. രഞ്ജൻ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കൂടുതൽ എന്ത് പറയാനാ അല്ലെ, നമ്മൾ എല്ലാ വിശേഷങ്ങളും കേട്ടു. ഇമോട്ടീവ് റൗണ്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ഇമോഷൻ എനിക്ക് തോന്നുന്നു ഐഷയ്ക്ക് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. ബിക്കോസ് ഓഫ് യുവർ സിറ്റുവേഷൻ
എന്നിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, നല്ല വോയിസ് ആണ്. ഇപ്പൊ സാറും ചേച്ചിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ടെമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ഓടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കറക്റ്റ് ആയിട്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതർവൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും മാർക്കിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ആയിഷയ്ക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ ചേട്ടൻ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഇമോഷണൽ റൗണ്ടിലാണ് ഇപ്പൊ പാട്ട് പാടിയത്. എങ്ങനെയുണ്ടായിരുന്നു പാട്ടും? ഈ പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഇനി പാട്ട് പാടണം, കരയരുത് ദയവ് ചെയ്ത്. കാരണം എപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോൾ ഇവള് വായിന്ന് വാക്കല്ല ആദ്യം വരിക, കണ്ണ് നിറയും, കരിച്ചലായി. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പാട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, കരയാൻ പാടില്ല, പാട്ട് നന്നായിട്ട് മാക്സിമം പാടാൻ നോക്കുക. പിന്നെ ബാക്കി പറയണ്ടല്ലോ, നമ്മള് പാട്ട് കേട്ടതാണ്. എന്തായാലും ലൈവായിട്ട് മോളെയും കൂട്ടിയിട്ട് ആ പാട്ട് കാണാൻ പറ്റിയാലും കേൾക്കാൻ പറ്റിയാലും സന്തോഷം. കാരണം മോളെ കുളിപ്പിക്കുമ്പോഴും ഇതേ പാട്ട് തന്നെ ചില സമയത്ത് ആയിഷ പാടിക്കൊടുക്കുക. ഓക്കെ, നമ്മള് വേറെ കാര്യം നമ്മൾ ചോദിച്ചോട്ടെ, കണ്ടിട്ടുണ്ടോ മോനെ? ഞാൻ കണ്ടിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 5-6 വയസ്സ് അല്ലെ, 6 വയസ്സിനുള്ള സമയത്താണ് ഞാൻ കണ്ടത്. 7 വർഷം മുമ്പ്. ആ സമയത്താണ് ഞാൻ കണ്ടത്. ഇപ്പൊ എത്ര വയസ്സുണ്ടോ കുട്ടിക്ക്? ഇപ്പൊ 14 വയസ്സ്. അതായത് 2010 ആകുമ്പോഴത്തേക്ക് ഓന് 1 വയസ്സ്. 9 ആഗസ്റ്റ് 25 അവൻ ജനിച്ചത്. അതിനുശേഷം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ലീഗലായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഓർഡർ അനുസരിച്ചിട്ട് അവർ 2 പ്രാവശ്യം കൊണ്ടുവന്നു. കൂടെ ബാക്കിയുള്ളവരുള്ളത് കൊണ്ട് കുട്ടിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കുട്ടീൻ്റെ ഒരു ഏജും കുട്ടിക്കൊരു എനിക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു സമയമാകുമ്പം തീർച്ചയായിട്ടും കുട്ടി വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മാത്രം ഇപ്പം ഈ 2 ദിവസം മുമ്പ് നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിൻ്റെ ഒരു കാരണം വെച്ചിട്ട് ഇവിടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ച സമയത്ത് അതിൽ ഒരാളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഹോപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഞാനും പറഞ്ഞത് തന്നെയാണ്, എന്തായാലും എല്ലാം നടക്കട്ടെ. എല്ലാത്തിലും ഉപരി ഐഷയ്ക്ക് ഈ ലോകത്തിൽ കിട്ടിയ വെച്ച് ഏറ്റവും മഹാഭാഗ്യാണ് ഇങ്ങനെ മനസ്ഥിതിയുള്ള ഒരു ഹസ്ബൻഡ് ഇസ്മായിൽ. ദിസ് ഷുഡ് ബി ആൻ എക്സാമ്പിൾ ഫോർ എവരിവൺ. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് പലതരത്തിൽ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഇസ്മായിൽ ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. താങ്ക് യു സർ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഷോയിലൂടെ ഇങ്ങനൊരു വലിയ കാര്യം സംഭവിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. നമ്മുടെ മെന്റേഴ്സിന്റെ മാർക്ക് ഓൾറെഡി നമ്മുടെ ജഡ്ജസിന് അറിയാം. നമ്മുടെ മെന്റേഴ്സ് ജഡ്ജസിന് മാർക്ക് കാണിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജഡ്ജസിന്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് എത്രയാണ് ടോട്ടൽ മാർക്ക്? യെസ്, അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ഞങ്ങളുടെയും ഗ്രൂമേഴ്സിന്റെയും ചേർന്നിട്ടുള്ള മാർക്ക് ടോട്ടൽ 90 out of 100. അതെ, 100-ൽ 90 നേടിയിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാ, നന്നായി പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you so much. Bye bye. അങ്ങനെ മ്യൂസിക്കൽ വൈഫിന്റെ ഇന്നത്തെ വൈബ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷെ നമ്മൾ നാളെ വരും. ഇനി നാളെയും കുറച്ച് പാട്ടുകൾ കേൾക്കാനുണ്ട്. അതെ, അപ്പൊ 2 റൗണ്ടുകളായിട്ടാണ് ഇപ്പൊ വാശിയുടെ പോരാട്ടം നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. മ്യൂസിക്കൽ വൈഫ്, ഇതല്ലേ വൈബ്. ബൈ, ഗുഡ് നൈറ്റ്. ബൈ ബൈ.